കൗമാരം കടന്ന് യുവത്വത്തിലേക്ക് ജീവിതയാത്ര നടത്തുന്നവരുടെ ഇടങ്ങളാണ് കലാലയങ്ങൾ. ബിരുദം മുതൽ ഡോക്ടറിലും പോസ്റ്റ് ഡോക്ടറിലുമായി നിരവധി കോഴ്സുകൾ പഠിക്കുന്നവർ ജീവിക്കുന്നത് കലാലയങ്ങളിലാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ 3 മുതൽ 8 10 വർഷം വരെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ് ഇവരിവിടെ ചെലവഴിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട കലാശാലകളിൽ ഒന്നാണ് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസ്. ഞാൻ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഒരു പ്രോഡക്റ്റ് കൂടിയാണ്, അതുകൊണ്ട് പറയുന്നതിൽ ഒരു അഭിമാനമുണ്ട്. കേരളത്തിലെ മറ്റേതൊരു സർവകലാശാല അക്കാദമിക് ക്യാമ്പസുമായി താരതമ്യം ചെയ്താലും നിറയെ പച്ചപ്പ് നിറഞ്ഞ പരിസരമാണ് കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. സാഹിത്യത്തിലും ശാസ്ത്രത്തിലും മാധ്യമപ്രവർത്തനത്തിലും തത്വചിന്തയിലുമെല്ലാം ലോകത്തിലെ നിരവധി പ്രമുഖരെ വാർത്തെടുത്ത കാര്യവട്ടം ക്യാമ്പസിലെ പച്ചപതിച്ച കാഴ്ചകൾ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു. ONV കുറിപ്പിന്റെ ഈ അമരവരികൾ ഓർമ്മപ്പെടുത്തുന്നതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസ്. ഒട്ടനവധി മരങ്ങളാണ് ഈ ക്യാമ്പസിലുടനീളം തണൽ വിരിച്ചു നിൽക്കുന്നത്. വെറും ഒരു ക്യാമ്പസ് എന്നതിലുപരി ഒരു കൊച്ചുവനം തന്നെയാണ് ഇവിടെയുള്ളതെന്ന് പറഞ്ഞാലും തെറ്റില്ല. പരീക്ഷാ ചൂടിലും പഠനത്തിരക്കിലുമൊക്കെ ഓടി നടക്കുന്ന വിദ്യാർത്ഥികൾക്കും റിസർച്ചേഴ്സിനും വലിയൊരു ആശ്വാസമാണ് ക്യാമ്പസിന്റെ അന്തരീക്ഷം. ഈ ക്യാമ്പസിൽ കുട്ടികൾക്ക് വന്നിരിക്കാൻ ഒരു പ്രത്യേക സ്ഥലം തന്നെയുണ്ട്, ചോല. പേര് പോലെ തന്നെ നല്ല തണുപ്പുള്ള, മനസ്സിന് സമാധാനം തരുന്ന ഒരിടം. ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ കുട്ടികൾ കൂട്ടം കൂടിയിരിക്കുന്നതും പാട്ടുപാടുന്നതും ചർച്ചകൾ നടത്തുന്നതുമൊക്കെ ഈ ചോലയിലാണ്. ഈ ക്യാമ്പസിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ മനോഹരമായൊരു ബോട്ടാണിക്കൽ ഗാർഡനും ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണത്തിനായി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ സെന്ററും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. പഠനത്തിനൊപ്പം പ്രകൃതിയെ തൊട്ടറിയാൻ കൂടിയാണ് കുട്ടികൾ ഈ ഗാർഡൻ ഉപയോഗിക്കുന്നത്. റിസർച്ചിനും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഒരല്പ സമാധാനത്തോടെ ഇരിക്കാനും വായിക്കാനും ചിന്തിക്കാനുമൊക്കെ ക്യാമ്പസിൽ ഇതുപോലെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. വായനയും ചർച്ചകളുമൊക്കെ ഈ മരത്തണലുകളിലേക്ക് മാറുമ്പോൾ പഠനം പോലും ഒരനുഭൂതിയായി മാറുകയാണ് ഇവിടെ. ഒരു തൈ നടുമ്പോൾ നമ്മൾ വരും തലമുറയ്ക്കുള്ള ജീവവായു കൂടിയാണ് കരുതി വെക്കുന്നതെന്ന് ഈ ക്യാമ്പസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല, വർഷത്തിൽ എല്ലാ ദിവസവും ഈ പച്ചപ്പ് ഇങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാൻ ഇവിടുത്തെ കുട്ടികൾക്കറിയാം. നഗരത്തിലെ ട്രാഫിക്കും ബഹളങ്ങളുമൊക്കെ കഴിഞ്ഞ് നേരെ ഈ ക്യാമ്പസിലോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിനൊരു കുളിർമ തന്നെയാണ്. ചുറ്റും നോക്കിയാൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് പകരം കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ് മാത്രം. പരിസ്ഥിതി സൗഹൃദം ശരിക്കും അനുഭവിച്ചറിയണമെങ്കിൽ ഈ ക്യാമ്പസിലേക്ക് വരണം. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.